ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന വീഡിയോ അല്ല. ഒന്നുമില്ല. ഇന്ന് വെളിയിൽ പോയി പർച്ചേസ്, അതായത് ഡിമാർട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, നാട്ടിൽ പോകാൻ നേരം കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ, അങ്ങനെ അവിടെ കുറച്ചൊക്കെ അവിടെ നിന്ന് പോയി വാങ്ങിച്ചു. ആ വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും നിങ്ങളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോ വേണ്ടേ. എപ്പോഴും പലരും പറയും പർച്ചേസിങ് കാണീര്, വെളിയിൽ പോകുന്ന കാണീര്. പോകുന്ന സമയത്തൊക്കെ ഉള്ളത് ഇങ്ങനെ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് വീഡിയോ പിന്നെ ആ മീൻ കണ്ടിട്ട് പലരും പറഞ്ഞു വറ്റയാണെന്ന്. ഇന്ന് ഞാൻ കറി വെച്ചു. നല്ല പീസ്. ഞാനതിനെ മുറിച്ചിടും. നല്ല ഫ്രഷ് മീനെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഫ്രഷ് മീനായിരുന്നു. 700 കൊടുത്താലും ഒരു നഷ്ടവുമില്ല. ഞാൻ പിന്നെ മെനക്കെട്ട് പറയും. അതിൻ്റെ തൊലിയൊക്കെ കളയാനേ കുറേ 1.5 മണിക്കൂർ എടുത്തെന്നുള്ളതാണ്. ഇവിടങ്ങളിലുള്ളവരൊന്നും ഈ മീൻകാരൊന്നും, നമ്മുടെ നാട്ടിലാണെങ്കിൽ അവർ പിന്നെയും നന്നായിട്ട് വൃത്തിയാക്കി തരും. ഇവിടെ ഉള്ളവരൊന്നും, ഇവിടെ ഞാൻ മിക്കവാറും മാർക്കറ്റിൽ നിൽക്കുന്ന ഉടനെ ഈ കേരയാണേലും അങ്ങനെയുള്ള ഏത് മീനാണേലും അയലയുടെ തൊലി ഞാൻ കളയാറില്ല. പക്ഷേ ചിലർ ഇങ്ങനെ വീഡിയോ പറയുന്ന അയലയുടെ സ്കിന്ന് കളയുമെന്ന്. ഞാൻ കളയത്തില്ല കേട്ടോ. അപ്പം ഈ കേര വരെ ഇങ്ങനെ തൊലി കളയാതെ മുറിച്ച് കൊടുത്തു വിടുന്ന, അതുപോലെ കൊണ്ടുപോയി ചെയ്യും. പക്ഷെ അതൊന്നും എനിക്കൊക്കത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഗീതേച്ച് പറഞ്ഞ് പാരയാണ്. എല്ലാവർക്കും ഞാൻ അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ചോദിക്കത്തില്ല, കമൻറ്റ് നിങ്ങൾ പറയണേന്ന്. അപ്പം എന്നെ സ്നേഹിക്കുന്നവരൊക്കെ അതിന് മറുപടി തരും കേട്ടോ. ചിലർ കണ്ടിട്ടും അറിയാമെങ്കിലും പറയത്തില്ല. പക്ഷെ ഞാൻ ഈ കമൻറ്റിൽ ഇങ്ങനെ പറയണേന്ന് പറയുമ്പോൾ അത് എനിക്ക് മാത്രമല്ല, ആ കമൻറ്റ് വായിക്കുന്നവർക്കൊക്കെ അതൊരു യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. We request one person to stand in the building queue and others to move further for fast checkout. Thank you. Yeah. ആ കൊച്ച് കരയുന്നതിൻ്റെ സൗണ്ട് എന്തുവാന്നോ, ഒരു കൊച്ചൊരു 2.5-3 വയസ്സ് കാണുമായിരിക്കും. ഒരു കൊച്ച് കരഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ അവിടെ ഉള്ള സ്റ്റാഫുകൾ അതിനെ പിടിച്ചോണ്ട് കരയണ്ടെന്നും പറഞ്ഞ് എനിക്ക് ഒന്ന് ഈ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന കൗണ്ടറിലോട്ട് കൊണ്ടുപോകാം. അതിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അതിനെ വിട്ടുപോയെന്ന് തോന്നുന്നു. കൊച്ച് തള്ളയെ കാണാഞ്ഞ് കിടന്ന് കരയുക. അപ്പോൾ എനിക്ക് പണ്ട് ഞങ്ങൾ മീരാ റോഡിൽ താമസിച്ച സമയത്ത് ഇതുപോലെ ഡിമാർട്ടിൽ പോയണേ. പ്രൈസൻ അന്ന് ഒരു 3 വയസ്സ് ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. ഇതുപോലെ പ്രൈസനെ കണ്ടില്ല. ഇങ്ങനെ ഞങ്ങൾ നിന്ന സമയത്ത് ഇവൻ ടോയിയുടെ അടുത്തെങ്ങാണ്ട് പോയി 1 മിനിറ്റ് കൊണ്ട് ഇവനെ കാണാതായി. പിന്നെ പക്ഷേ അവന് ചോദിന് സംസാരിക്കാൻ പോലും പറ്റത്തില്ലെങ്കിലും അവൻ പറഞ്ഞ് പപ്പാടെ പേരൊക്കെ. പിന്നെ കൗണ്ടറിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വന്ന് ഇങ്ങനൊരു മിസ്റ്റർ സന്തോഷിൻ്റെ മോൻ ഇവിടെ നിൽപ്പുണ്ടെന്നൊക്കെ. ആ സംഭവം എനിക്ക് ഓർമ്മ വന്നേ. പിന്നെ ഈ കൊച്ചിനെ അതുപോലെ അനൗൺസ്മെൻറ്റ് ചെയ്ത് പേരൻസ് കൊടുത്ത് കിട്ടിക്കാണും. പിന്നെ കുറച്ച് നേരം കൊച്ചുകൾ നിലവിളി. അപ്പം ഞങ്ങൾ എന്തു വന്നേലും ഞാനും റേച്ചാനും ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി കണ്ണും പൂട്ടി ഇത് വാങ്ങിക്കാനായിട്ട്. നടന്ന് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ നടപ്പായിരുന്നു. എന്തുവാ എടാ, ഞാനിത് ഇവിടെ എടുത്ത് വെക്കാം. അപ്പോഴത്തെ നീ പോയി കുളിച്ചിട്ട് വാ. എടാ, അന്നേരം നീ കാണുമല്ലേ? അയ്യോ, ഇതൊക്കെ വലിയ സോക്കേടാന്നല്ലേ. എന്നാൽ എളുപ്പം പോയിട്ട് വാ.
അവന് ഞാൻ എടുത്ത് വെക്കുന്നത് വരെ കാണണം. ഞാൻ പറഞ്ഞു എടാ നീ പോയി കുളിച്ചിട്ട് വാടാ, ഇപ്പം പോയി കളിച്ചിട്ട് വന്നേ ഉള്ളൂ, നീ പോയി കുളിച്ചിട്ട് വാ, അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം എടുത്ത് ഈ ചട്ടായിൽ പായ്ക്കകത്ത് വെക്കാം, നമുക്ക് കാണാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാമെന്ന് കാണിക്കും. ഇല്ല മമ്മി ബാഗ് കവർ ചെയ്ത് സഞ്ചിന്ന് എടുത്ത് വെക്കുന്നത് വരെ എനിക്ക് കാണണമെന്ന്. അവന് ഭയങ്കര ഇതായി അൺബോക്സിങ് ഇങ്ങനെ ചെയ്യാനും ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര. നമ്മളെന്നാൽ അപ്പോൾ എളുപ്പം കുളിച്ചിട്ട് വന്നു. ഇപ്പം മണി 10:30 കഴിഞ്ഞു. ഇങ്ങനെ ഇരുന്നാലേ മറ്റോനും എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ നാളെ എടുക്കത്തുള്ളായിരുന്നു. ഓക്കെ വരട്ടെ അവന്. നീ അവിടെ കോണി പോയി, അവിടെ പോയി എല്ലാവരും കാണാൻ വന്നിരിക്കുക സാധനങ്ങൾ. അങ്ങോട്ട് കയറി. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചോളാം. എവിടെയാണ് പോളെ? വാടാ. അല്ല അവൻ ഇത് കാണണമെന്ന് പറഞ്ഞ ആദ്യം കപ്പിങ് എടുത്ത് ഇത് ഇവിടെ കഴിച്ചാൽ ഈ കട്ടിങ് കുടിക്കാം, കുറച്ച് കുടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കപ്പ് കൊണ്ടുവന്ന് തുണിക്കകത്ത് പൊതിഞ്ഞ് അവർ തന്നവിടുന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഇങ്ങോട്ട് ഓർമ്മയില്ല ആ തുണി ഇങ്ങോട്ട് എടുത്ത് പൊക്കാനും അവയലങ്ങ് വീണ് പൊട്ടി. അതുകൊണ്ട് ഞാൻ ഇന്ന് തുണി പൊതിഞ്ഞില്ല, അല്ലാതെ വെച്ച് ഇതങ്ങോട്ട് വെക്ക്. പിന്നെ നാട്ടിൽ പോകാൻ കൊച്ചുങ്ങൾക്ക് 2 വാട്ടർ ബോട്ടിൽ, ഒരാൾക്കൊക്കത്തില്ലല്ലേ 2 പേർക്ക്. ഇത് എത്ര രൂപയാണ് എഴുതിയേക്കുന്നത്? 150 രൂപ ഒരെണ്ണം, 150 രൂപ. അത് നിർത്തിയേ ഈ തൈരിയിലോട്ടിടും. ഇത് മട ചൊക്കോസ്, റാഗിയുടെ ചൊക്കോസ്. ഇത് ബോഡി ലോഷൻ, ക്രീം, ബോഡി സ്പ്രേ അല്ല, റോളർ. അത് ഇങ്ങോട്ടിരിക്കട്ടെ. പിന്നെ മെയിൻ എനിക്ക് കടുക് വറക്കാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഇതിനെത്ര? കടുക് വറക്കാനല്ല, ഇത് 150. പിന്നെ ഒരു പാൻ വേണമായിരുന്നു എനിക്ക്, PGൻ്റെ 1 വർഷത്തെ ഗ്യാരണ്ടി. ഇത് റേറ്റ് എത്ര? 1000 എത്ര കാണായിരുന്നു. നമുക്ക് കിട്ടിയത് 480. പറയണ്ട, ഇത് റേച്ചാലുണ്ട് ഫയൽ. ഇത് കോൺഫ്ലെക്സ്, ആൽമണ്ട് ആൻഡ് ഹണിയുടെ 1 കിലോയ്ക്ക് 400 രൂപ. അതും അതുപോലുള്ള. ഇത് 0% ആഡ് ഷുഗർ. ഇത് 400 ഗ്രാമിന് 100 രൂപ. പിന്നെ ആങ്കർ, ഇതൊക്കെ ഇങ്ങോട്ട് പ്രൈസ് ചർച്ചിലൊക്കെ കൊണ്ടുപോകാനൊരു ബാഗ് 300 രൂപ, 299. ഇത് പ്രൈസിൻ്റെ ഗിഫ്റ്റ്. ഇങ്ങോട്ടോ പ്രൈസിന് ഗിഫ്റ്റ്, നിനക്ക് ഗിഫ്റ്റ് തരാം. ഇത് ഈ ബോട്ടിലൊക്കെ കഴുകാനേ. പിന്നെ കൊച്ചുങ്ങൾക്ക് തൊപ്പി. കൊച്ചുങ്ങളോ ഒരെണ്ണമല്ലോ വാങ്ങിച്ചത്? അറിയത്തില്ല ഇടാൻ. മുടിയിൽ ക്ലിപ്പ് ഉള്ളതുകൊണ്ടാടാ. പിന്നെ ടിഫിൻ ബോക്സ്. ഓരോരുത്തർക്കും പറ്റത്തില്ലല്ലേ. ഇത് ബാഗോട് കൂടിയതേ, ഒരെണ്ണം 300. അപ്പോൾ 3 എണ്ണം വാങ്ങിച്ച് ഇവനും അവന്മാർക്ക് എടുക്കുന്നു. അകത്ത് സ്റ്റീലാ, അല്ല ഇത് പുറം സ്റ്റീലാ, നല്ല സ്റ്റീലിൻ്റെ. എത്ര എണ്ണം ഉണ്ട് പറ? 3 സെറ്റ്. ഇതുപോലെ 3 എണ്ണം. ഇത് 3 എണ്ണം. ഇച്ചിരി ചൂടും നിൽക്കുന്ന ഇവിടെ ഇങ്ങനെ ഈ ഫോയിൽ പോലെ ഉള്ളത് കൊണ്ടേ ചൂടും നിൽക്കും. ഇത് ശരിക്ക് സിബിട്, പോള് സിബിട്. ഇവനെ
എനിക്ക് മാറിക്കോട്ടെ മാറി. ഇവനുണ്ടല്ലോ സിപ്പ് എങ്ങനെയാ തൊടുന്നേ, ഒറ്റ വരിക. അങ്ങനെ അവൻ്റെ ബാഗ്, നല്ല പുതിയ ബാഗ്, എൻ്റെ സിപ്പ് ഒരെണ്ണം പോയി. അതുപോലെ 3 എണ്ണം വാങ്ങിച്ചേ. ഒരെണ്ണം എന്ത് ഇവിടെ തൊപ്പി ഇതിന് നീ വെച്ചു. ഈ തൊപ്പി എനിക്കിതാ. അത് നോക്കട്ടെ വെച്ച്. കൊച്ചിങ്ങ കട എനക്ക് 3 എണ്ണം ഇങ്ങനെ. പിന്നെ കൊച്ചിങ്ങൾക്ക് ക്രയോൺ. ഇത് ക്രയോൺ അല്ല, പിന്നെ എന്ത് വരുന്നടാ? ജ്യൂസാ. ഇത് റസ്നാണ് ജ്യൂസ്. മാങ്ങോടെ പെപ്സോഡന്റ്. ഇവന്മാർക്ക് ഇവിടെ വൈറ്റ് അല്ലാതെ ബ്ലൂവും റെഡും കളറിൽ പേസ്റ്റ് വരത്തില്ലേ, അതിവിടെ ഇവന്മാർക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് വൈറ്റ് തന്നെ തപ്പിയെടുക്കണം. ഇതിങ്ങനെ പല ഫ്ലേവറിൻ്റെ ചോക്ലേറ്റാണ്. മാംഗോ, ആപ്പിൾ, പേരയ്ക്ക, ലിച്ചി, വാട്ടർ മിലൺ. അതിൻ്റെ പിന്നെ ഇതാണ് പോളിൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ യു. ഗിഫ്റ്റ് ഫോർ യു. താങ്ക് യു. അതെന്തുവാ? അത് ഓയില്. ഇത് പപ്പാടെ. ഇത് ലിറിൽ, പണ്ടത്തെ നമ്മുടെ നാട്ടിലത്തെ ലിറിൽ. ഞാൻ പറഞ്ഞ ഒരു ലിറിൽ സോപ്പ് വാങ്ങിയിരുന്നു. നല്ല മണം, ലെമണാ. ഇത് മിൽട്ടൻ്റെ ഒരു കാസറോൾ അങ്ങനെ വാങ്ങിച്ചു. ഈ ചൂട് ചപ്പാത്തിയൊക്കെ ഇട്ടോട്ടെ. ഇതിന് എത്ര ആയിരുന്നു? 600 രൂപ. ഇത് കാസറോളാണ്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഈ ബ്ലൂവിന് പകരം ബ്ലാക്ക്. പക്ഷെ അത് അടയ്ക്കാനും തുറക്കാനും ഒരു ബുദ്ധിമുട്ട്. അപ്പം ഈ കളർ അത്ര അങ്ങോട്ട്. പിന്നെ ഇത് വാങ്ങിച്ചു 600 രൂപ. പിന്നെ ഇനിയുള്ളതെല്ലാം കിക്കറി ഡ്രസ്സുകളാണ്. ഇത് പ്രൈസന് 600 कितना होता है? 600. ഇത് മാറ്റണോ? ഇല്ല വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ. ഇത് നമ്മുടെ കാസറോള് കാരണം വാങ്ങിച്ച് 600 രൂപ. ഇത് പ്രൈസൻ്റെ പിടിച്ച ഒന്ന്. ഇതെല്ലാം 150 രൂപ വെച്ച. ഇത് 180. അത് നമുക്ക് അബദ്ധം പറ്റും. അവിടെ ബോർഡ് കിടക്കുന്നതൊന്ന് ഓരോരുത്തരും എടുത്തിട്ട് തുണികൾ അവിടെ ഇടത്തില്ലേ, അത്. ഇത് 180. ഇതവിടെ കൊച്ചുങ്ങൾക്ക് വാങ്ങിച്ചേ വീട്ടിൽ ഇടാനേ. പക്ഷെ ഇപ്പൊ ചൂടായിട്ട് സ്ലീവ്ലെസ്. മറ്റു അവന് ചെയ്തോട്ടെ. അല്ലെങ്കിൽ ഇവൻ ഇത് ഇവന്റെയാന്ന് തോന്നുന്നു. പിടിച്ച നീ ഏജിന്റെ അനുസരിച്ച്. ഇത് ഏജ് എഴുതിയിട്ടില്ല. ഇത് കൊച്ചുങ്ങൾക്കാ. ഒരാൾ ഇച്ചിരി ശരീരമുണ്ട്, ഒരാൾക്കില്ല. ഇനി എല്ലാം എന്തെങ്കിലും ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ഇതെല്ലാം കൊച്ചുങ്ങൾക്ക് എടുത്തതാണ്. തുറക്ക് പ്രൈസ. എല്ലാം കൊച്ചുങ്ങൾക്കാ. നിങ്ങൾക്ക് എന്തുവാ? ഇനി അടുത്ത പർച്ചേസിങ് നടക്കുമോ? തുറക്കണം.
ഇത്രയുമാ വാങ്ങിച്ചു, ഇത്രയും സാധനം ഇത്രയേ ഉള്ളൂ. പക്ഷെ പോക്കറ്റ് കാലിയായി കേട്ടോ. ഇനി ഇവന് വാങ്ങിക്കാൻ കിടക്കുന്നു, റീച്ചാനും വാങ്ങിക്കാൻ കിടക്കുന്നു. ഞാനങ്ങനെ അപ്പോൾ എന്നോട് ഇന്നാളിലും ആരാണ് ചോദിച്ചു, അയ്യോ ബിജി പഴയ നൈറ്റി ഒക്കെ ആണല്ലോ, ബിജി ബോംബെയിലിട്ട നൈറ്റി ആണല്ലോ ഇവിടെ ഇരുന്ന്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. നൈറ്റി ഇല്ലെങ്കിൽ എടുക്കും, ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യും. ഇപ്പം നാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് എല്ലാം പുതിയതിടണമെന്നൊന്നും എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇല്ലാത്തവർക്ക് വാങ്ങിയൊന്നു അങ്ങനെയുള്ളൂ. ഓക്കെ, ഇത് 400 grams ഡേ 390 rupees. ഇത് ഞങ്ങൾക്ക് ഡിമാർട്ടില് 195 195 കിട്ടി. ഇത് മമ്മി തെറ്റിപ്പോയി 100 പറഞ്ഞു, പക്ഷെ ഇത് 195 ഞങ്ങൾക്ക് കിട്ടി. ഇതിന്റെ മമ്മി 100 rupees പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉടനെ ലൈക്ക് ചെയ്തേക്കണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.